കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാട്ടെത്തി. പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഉൾപ്പെടെ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. തങ്ങളുടെ അനുഗ്രഹം തേടിയാണ് പാണക്കാട് വന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. സാദിഖ് അലി തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയെങ്കിൽ അത് വലിയ കസേര തന്നെയാണ്. ബിജെപിയിലെ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയുടെ വിനയം കണ്ട് പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് പണ്ടേ ആഗ്രഹിച്ചിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എന്റെ ഈ വരവ്, പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എന്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിന്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും? ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്നത്? ഞാൻ അനുഭവത്തോടെ കണ്ടെന്നുപോയിട്ട് എന്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാര് ഇദ്ദേഹത്തെയൊക്കെ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചു. സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത്. ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ്. കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സൗഹാർദ്ദത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് സന്ദീപ് വന്നതിൽ സന്തോഷമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭൂമി, രാഷ്ട്രീയ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ തന്നെ കണ്ട വ്യക്തികളുണ്ട്. ആരുടെ ബന്ധം ഇവിടെ കടന്നു വന്നതോടുകൂടി ഞങ്ങൾ കൂടുതൽ ആസ്വദിക്കുകയാണ്. എല്ലാ വിജയങ്ങളും നേടും. സന്ദീപിന്റെ വരവോടെ ദേശീയ പ്രാധാന്യമുള്ള സംഭവമായി കോൺഗ്രസിലേക്കുള്ള വരവ് മാറിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ബിജെപിയാണ് അവസാന അഭയകേന്ദ്രമെന്ന ചിന്താഗതിക്കാണ് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ മാറ്റം വന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണക്കാട് വന്നു, തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ഛയാണ്. നാളെ UDFന്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് വാര്യർ കാണും. അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരെല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കൾച്ചർ, ജീവിതം വേണം എന്നുള്ളതാണ്. ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല, അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞത്. അതാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഏറ്റവും വലിയ വശം. അവസാന അഭയകേന്ദ്രം BJP അല്ല. അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ തുടക്കത്തിന്റെ അർത്ഥം. കൂടുതൽ വരും സംശയമില്ല. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്ദീപ് കോൺഗ്രസിൽ എത്തിയതിൽ ലീഗ് അണികൾക്ക് അമർഷമുണ്ട്. പാണക്കാട് പോയതുകൊണ്ട് അത് മാറില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാൾ വന്നപ്പോ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ. പാലക്കാട്ടുള്ള ലീഗ് അണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ. അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ അനുയായിയെ പോലെ പെരുമാറുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്.